ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സജുസ്കിച്ചൻ. ഇന്ന് ഞാനിവിടെ വളരെ സിമ്പിളും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മത്തി വറ്റിച്ചതുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 7 മത്തി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വരട്ട് വെച്ചിരിക്കുകയാണ്. 1 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 അല്ലി കരിവേപ്പില, 5 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറുനാരങ്ങയുടെ അത്രയും വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടിലുള്ള വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുകയാണ്. കൂടാതെ 1/2 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പും വേണം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ വാളൻപുളി കുതിർത്ത് വെച്ച വെള്ളമാണ്. ഈ വെള്ളം അല്പം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. അല്പം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചിട്ട് എടുക്കുക. ഞാൻ എല്ലാം കൂടി ഇവിടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മത്തി വറ്റിച്ചത് ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ ഡിഷ് ആയതുകൊണ്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് വെച്ചാൽ അതെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി നമ്മൾ എടുത്തു വച്ചിരുന്ന മത്തികൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ മത്തികളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല മുകളിലേക്കെല്ലാം ആക്കിയിട്ട് കൊടുക്കുക. ഞാനിവിടെ മസാല മുകളിലേക്കെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള പുളിയുടെ വെള്ളം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള പുളിയുടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്ന് സൈഡിലേക്കൊക്കെ നന്നായിട്ടൊന്ന് നീക്കി കൊടുക്കാം. ഇനി ഇത് ഉപ്പെല്ലാം പാകത്തിനാണെന്ന് നോക്കിയിട്ട് അടച്ചു വെക്കുക. ഇത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അത്യാവശ്യം എരിവും പുളിയും ഒക്കെയുള്ള ഒരു വറ്റിച്ചതാണ് ഇത്. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.